പുലർമഞ്ഞു മഞ്ചിമയിലൂടെ മലർ മഞ്ചലേറി പൂത്തുലഞ്ഞൊരി കന്നി വസന്തം തേടുവതെന്താണ്? അഴകിൻ്റെ വെണ്ണിലാക്കായൽ തിര നീന്തി വന്നതാരോ? എൻ്റെ തേൻകിന കടവിലടുക്കുവതാരാണാരാണ്? പേരില്ല രാജ്യത്തെ രാജകുമാരി, അതിരില്ല രാജ്യത്തെ രാജകുമാര. ആരോരും കാണാതെന്നരികെ വരാമോ? അരികിൽ ഞാൻ വന്നാൽ ഇന്നെന്തു തരും നീ? മാരിവില്ലുകളാലെ മണിമാളിക പണിയും ഞാൻ, വാർമേഘമാലയിലൂടെ നിന്നെ കൊണ്ടുപോകും. പുലർമഞ്ഞു മഞ്ചിമയിലൂടെ മലർ മഞ്ചലേറി പൂത്തുലഞ്ഞൊരി കന്നി വസന്തം തേടുവതെന്താണ്? അഴകിൻ്റെ വെണ്ണിലാക്കായൽ തിര നീന്തി വന്നതാരോ? എൻ്റെ തേൻകിന കടവിലടുക്കുവതാരാണാരാണ്? അത് നിർത്താൻ പറയാൻ തോന്നുന്നില്ല. അന്ന് പാടി അതേ ആ ഒരു ഫ്രഷ്നെസ്സോട് കൂടിയിട്ടാണ് ഇപ്പൊ ഇപ്പോഴും കേൾക്കുമ്പോൾ പാട്ടിന്റെ ഒരു പ്രത്യേകത. അത് ഭയങ്കര ഹിറ്റ് ആയിട്ടുള്ള ഒരു പാട്ടുമാണത്. അതിന്റെ മ്യൂസിക്കും അതിന്റെ ലിറിക്സും എല്ലാം നല്ല രസമാണ്. സാറിന്റെ വരികളാണ്. അതെ 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 അതെ. എങ്ങനെയാണ് സൗണ്ട്, എന്താ പറയാ, എന്തെങ്കിലും ടിപ്സ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാറില്ല. തണുത്ത് കഴിക്കാറില്ല, അത്രേ ഉള്ളൂ. അങ്ങനെ വേറെ ഫുഡൊന്നും അങ്ങനെ കൺട്രോളിങ് ഒന്നുമില്ല. എന്നെ കണ്ടാലും അധികം കഴിക്കല്ലോ തോന്നിയില്ല, അത്യാവശ്യം കഴിക്കും. സ്റ്റേജ് ഷോസ് ഒക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? എവിടെയൊക്കെ പോയിട്ടുണ്ട്? ഏതൊക്കെ രാജ്യങ്ങളാണ്? സ്റ്റേജ് ഷോസ് US ഒരു 10 സ്ഥലത്ത് ചെയ്തിട്ടുണ്ട്. അവിടെ പല പല സ്റ്റേറ്റ്സിലായിട്ട്. അവിടെ ഏത് പാട്ടുകളാണ് കൂടുതൽ? അവിടെ ഞാൻ ചെയ്തത് ഡിവോഷണലിന്റെ ഷോസ് ആണ്, കെസ്റ്റേറ്റിന്റെ കൂടെയുള്ള ഷോസ് ആണ് ചെയ്തത്. പിന്നെ മിഡിൽ ഈസ്റ്റിലൊക്കെ അല്ലാതെ ഫിലിം സോങ്സിന്റെ ഒക്കെ ഷോസ് ചെയ്തിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റിലെ ചില സിംഗേഴ്സിനോട് പറയാറുണ്ട് അവിടുത്തെ അറബിക് സോങ് ഒക്കെ പാടാണ്. അങ്ങനെ റിക്വസ്റ്റ് വന്നിട്ടുണ്ട്? ഇല്ല, ഞാൻ അങ്ങനെ വന്നിട്ടില്ല ഇതുവരെ. അവിടെ ഫിലിം സോങ്സിന്റെയും ഡിവോഷണൽസും ഒക്കെ ചെയ്തിട്ടുണ്ട് പല പല സ്ഥലങ്ങളിലായിട്ട്. ദുബായ്, ഷാർജ, കുവൈറ്റ്, ദോഹ, അങ്ങനെ. പിന്നെ ഓസ്ട്രേലിയ, അവിടെ ഫിലിമിന്റെ ഷോസ് ചെയ്തിട്ടുണ്ട്. ശരി. ഈ ബോഡി ഗാർഡിന് ശേഷം പിന്നെ ഏതൊക്കെ സിനിമയിലാണ് പിന്നെ പാടിയിട്ടുള്ളത്? ബോഡി ഗാർഡിന് ശേഷം ഞാൻ അൽഫോൻസാറിന്റെ ഉപ്പുകണ്ടം ബ്രദേഴ്സിന്റെ സെക്കൻഡ് പാർട്ടിൽ പാടിയിരുന്നു. മച്ചേട്ടനും ഓഫ്സിലേട്ടനൊക്കെ ആയിട്ട് ഒരു അടിപൊളി, കുറച്ചൊരു ഫാസ്റ്റ് ആയിട്ടുള്ള പാട്ടാണ്. പിന്നെ ബിജുവാൽ സാറിന്റെ വയലിനിൽ പാടി. വയലിനിലും പക്ഷേ ആ പാട്ട് നല്ലൊരു മെലഡിയാണ്. നിഷാദേട്ടൻ്റെ കൂടെ ഒരു ഡ്യുവറ്റ്. ഫിലിമിൽ വന്നില്ല ആ പാട്ട്. സിനിമയിലും പാട്ട് നല്ലൊരു പാട്ടായിരുന്നു. പിന്നെ ഇപ്പം ജോബ് മാഷിന്റെ മകൻ അജയന്റെ 2 വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അത് റിലീസ് ആവാനുണ്ട്. പിന്നെ ഇപ്പം അലക്സ് പോൾ സാറിന്റെ ആണ് ഓർമ്മചിത്രം റിലീസ് ആയിട്ടുണ്ട്. അതിൽ നല്ല ഓർമ്മചിത്രത്തിലെ ആ ഒരു മെലഡി കേൾക്കാം. കുയിലേ കുയിലേ ഹേ കരിമിഴി കുയിലേ, കുയിലേ കുയിലേ കരിമിഴി കുയിലേ, പുതിയൊരു ഗാനം പാടാമോ? മുകിലേ മുകിലേ മണിമഴ മുകിലേ, മുകിലേ മുകിലേ മണിമഴ മുകിലേ, പാട്ടിനു താളം തട്ടാമോ? പൂത്തുമ്പി ഇതിനു കുഴലൂതാമോ? പൂങ്കാറ്റേ മധുര സ്വരമേകാമോ? തനനന കുയിലേ കുയിലേ കരിമിഴി കുയിലേ, പുതിയൊരു ഗാനം പാടാമോ?
നല്ലൊരു മെലഡി ആട്ടോ അത്. അതെ, ഞാൻ ഫസ്റ്റ് ഇപ്പോൾ വന്നിരിക്കുന്ന സോളോ എൻ്റെ ഈ ഒരു പാട്ടാണ്. ശരി ശരി, അത് വലിയൊരു ഹിറ്റ് ആവട്ടെ. താങ്ക് യു. ഫാമിലിയെ കുറിച്ചൊക്കെ ഒന്ന് പറയൂ. ഹസ്ബൻഡ് എന്ത് ചെയ്യണോ? ഫാമിലി ഞങ്ങൾ എറണാകുളത്ത് തന്നെ സെറ്റിൽഡ് ആണ്. ഹസ്ബൻഡ് IT ഫീൽഡിലാണ്. റെവിൻ ജോർജ് എന്നാണ് പേര്. ഹസ്ബൻഡ് എങ്ങനെ പാട്ടില്? പാട്ട് ഫുൾ സപ്പോർട്ടാണ്. പാട്ട് പാടില്ലെങ്കിലും ഞാനൊരു മൂളിപ്പാട്ടൊക്കെ പാടുന്ന പാടാൻ ആളായിരിക്കും. ഇച്ചിരി മടിയാണ്, എന്നാലും ഫുൾ സപ്പോർട്ടാണ്. എനിക്ക് ഈ പറഞ്ഞ പോലെ ഇപ്പോഴത്തെ ഈ ടെക്നോളജി കാര്യങ്ങളൊക്കെ എനിക്ക് ഹെൽപ്പ് ചെയ്യുന്നത് അദ്ദേഹമാണ്. കാരണം IT ആയതുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തു തരും. പിന്നെ എനിക്ക് 2 മക്കളാണ്. അവരിവിടെ രാജഗിരിയിൽ പഠിക്കുന്നു. മക്കൾക്ക് എങ്ങനെയാ പാട്ടില് ഇൻട്രസ്റ്റ് ആണോ? പാട്ട് ഇഷ്ടമാണ്, രണ്ടുപേർക്കും ഇഷ്ടമാണ്. ഇളയാള് കുറച്ചും കൂടിയൊക്കെ പാടുന്നുണ്ട്. മൂത്ത ആൾക്ക് കുറച്ച് ഋതമാണ് ഇഷ്ടം, പിന്നെ ഡ്രംസ് ഒക്കെ ഇഷ്ടമാണ്. കുറച്ച് പഠിക്കുന്നുണ്ട്. ശരി ശരി. എലിസബത്ത്, പാട്ടല്ലാണ്ട് വേറെ എന്താ ഹോബീസ് എന്തൊക്കെയാ ഉള്ളത്? എന്തെങ്കിലും ഇൻസ്ട്രുമെന്റ് എന്തെങ്കിലും വായിക്കും? ഇൻസ്ട്രുമെന്റ്സ് ഞാൻ ഡിഗ്രിക്ക് വീണ സബ്ബായിരുന്നു. പക്ഷെ ഇപ്പം തീരെ പ്രാക്ടീസ് ഇല്ല കേട്ടോ. കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ട് അത്. പിന്നെ കൂടുതലും എന്തെങ്കിലുമൊക്കെ വായിക്കും, അല്ലെങ്കിൽ TV കാണും, പാട്ടുകൾ കേൾക്കും. പാട്ടുകൾ കേൾക്കുമ്പോൾ തന്നെ ഏത് പാട്ടാണ് കൂടുതൽ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നത്? അപ്പാർട്ട് ഫ്രം ഇംഗ്ലീഷ് മലയാളം അല്ലാണ്ട് ഇപ്പോൾ തമിഴാണോ? ഹിന്ദി എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. വെസ്റ്റേൺ ഇഷ്ടമാണ്. മെലഡി ഓറിയന്റഡ് ആയിട്ടുള്ള പാട്ടുകളാണ് കുറച്ചുകൂടി താല്പര്യം കേൾക്കാൻ. നമുക്കിങ്ങനെ തന്നെയൊക്കെ ഇരിക്കുമ്പോൾ അതാണല്ലോ. ഗസൽസ് ഇഷ്ടമാണ്. ഹിന്ദി സോങ്സ് ഈ പറഞ്ഞ ലതാജിയുടെയും ആശാജിയുടെയും ഒക്കെ പഴയ പാട്ടുകളൊക്കെ ഒത്തിരി ഇഷ്ടമാണ്. അതൊക്കെ കേൾക്കും. തമിഴും കേൾക്കാറുണ്ട്. ഇളയരാജ സാറിന്റെ, റഹ്മാൻ സാറിന്റെ ഒക്കെ. അങ്ങനെ നോക്കുകയാണെങ്കിൽ രാജ സാറിന്റെ ഒരു പാട്ട് പറഞ്ഞാൽ പെട്ടെന്ന് പാടാൻ പറ്റുന്ന ഏത് പാട്ടായിരിക്കും? ഒരു സനം തൂങ്ങിരച്ച് ഊത കാത്തു അടിച്ചിരച്ച് പാവി മനം തൂങ്കലയേ അതുവോ ഏനോ പുരിയലയേ. ഒരു സനം തൂങ്ങിരച്ച് ഊത കാത്തു അടിച്ചിരച്ച് പാവി മനം തൂങ്കലയേ അതുവോ ഏനോ പുരിയലയേ. ഈ പാട്ടൊന്നും നമ്മൾ എത്ര കേട്ടാലും മതിവരാത്ത അങ്ങനെ പാടി അതെ. ഒരിക്കലും എത്ര ജന്മെടുത്താലും ഇതൊന്നും നമുക്ക് മറക്കാൻ പറ്റത്തില്ല. അതെ. എനിക്ക് തോന്നുന്നു പാട്ടിനോട് സംബന്ധിച്ച ജോലിയാണല്ലോ അല്ലേ ചെയ്യുന്നത്? അതെ. ഞാൻ മ്യൂസിക് ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ തന്നെ തേവര SH പഠിപ്പിക്കുന്നുണ്ട്. സ്കൂളിൽ നിന്ന് ആരെങ്കിലും ഏതെങ്കിലും സെലിബ്രിറ്റീസ് ആയിട്ട് ഇങ്ങനെ പാടി പോയ ആരെങ്കിലും ഉണ്ടോ? കുറച്ച് കുട്ടികൾ അങ്ങനെ പാടി പാട്ടിന്റെ ഫീൽഡിലേക്ക് പോന്നിട്ടുണ്ട്. അതിൽ മ്യൂസിക് ഡയറക്ഷൻ എന്നുള്ളൊരു മേഖലയിലേക്ക് ഇപ്പോൾ ക്രിസ്റ്റോ സേവിയർ, ടർബോ, ബ്രഹ്മയുഗ ഒക്കെ മ്യൂസിക് ചെയ്തിരിക്കുന്നതാണ്. ക്രിസ്റ്റോനെ ഞാൻ പഠിപ്പിച്ചതാണ്. അപ്പോൾ അവൻ ഒരു ഇന്റർവ്യൂവിൽ പറയുകയും ചെയ്തു, ഇങ്ങനെ എൻ്റെ പാട്ടുകൾ അല്ലെങ്കിൽ നമ്മുടെ സ്കൂളിലെ ആവശ്യങ്ങൾക്ക് നമ്മൾ ചെറിയ ചെറിയ പാട്ടുകളൊക്കെ കമ്പോസ് ചെയ്യും. അപ്പം അങ്ങനെയൊക്കെ ചെയ്തത് അവനൊരു ഇൻസ്പിറേഷൻ ആയി എന്ന് പറഞ്ഞു കേട്ടോ. അപ്പം അതെനിക്ക് വലിയൊരു സന്തോഷമായിരുന്നു. അതെ. ആ ഒരു മേഖലയിലേക്ക് തന്നെ മുന്നോട്ട് പോകുന്നു. ഇനിയും ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സ്കൂളിലെ മറ്റേ ടീച്ചർ ജോലിയാന്ന് പറഞ്ഞല്ലോ, അപ്പൊ പുറമെ പ്രോഗ്രാംസ് ഒക്കെ വരുമ്പോൾ സ്കൂളിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ട് എങ്ങനെയാണ്? സ്കൂളിൽ നിന്ന് ആദ്യം തൊട്ടേ നല്ല സപ്പോർട്ടാണ് മാനേജ്മെന്റ്. ഞാൻ അവിടെ +1 +2 അവിടെ പഠിച്ചത്. അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് അറിയാം നമ്മൾ നേരത്തെ ഇങ്ങനെ ഷോസിന് പോകുന്ന കാര്യമൊക്കെ. അപ്പം നല്ലപോലെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. തിരിച്ച് നമ്മളും സ്കൂളിലെ കാര്യങ്ങൾ അങ്ങനെ എല്ലാം നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് മാക്സിമം നമ്മളും ട്രൈ ചെയ്യുന്നുണ്ട്. ബാലൻസ് ചെയ്ത് പോണത് തന്നെ വലിയൊരു കാര്യമാണ്. കാരണം ഒരു ഫാമിലി ആയിട്ട് കുട്ടികളുടെ കാര്യങ്ങൾ നോക്കുക, സ്കൂളിലെ കാര്യം, പ്രോഗ്രാംസ്, അതൊക്കെ എങ്ങനെയാണ് അത് നല്ല രീതിയിൽ? അത് ഒരു വലിയ ദൈവാനുഗ്രഹമാണ് നമുക്ക് അങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അതിന് ഫുൾ സപ്പോർട്ട് നമ്മുടെ ഫാമിലിയിൽ നിന്നും കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഞാൻ എന്തെങ്കിലും പ്രോഗ്രാമിനൊക്കെ ഇപ്പോൾ ഹസ്ബൻഡ് കൂടെ പോകുമ്പോൾ കുട്ടികളെ ഇവിടെ വീട്ടിൽ കൊണ്ടാക്കും. അപ്പം എൻ്റെ പാരൻസ് ഉണ്ട്, ഇൻലോസ് ഉണ്ട്, അവരെല്ലാവരും നല്ലപോലെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫാമിലി ഒരു സ്ട്രോങ് സപ്പോർട്ടായിട്ടുള്ളത് കൊണ്ടാണ് നമുക്കിങ്ങനെ, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് ഈ ഒരു മേഖലയിൽ ഇങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുമ്പോൾ അതിനൊരു സ്ട്രോങ് സപ്പോർട്ട് ഫാമിലിയിൽ നിന്ന് വേണം തീർച്ചയായിട്ടും. ഇപ്പം സ്കൂളിൽ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത് അവർ ഇപ്പോൾ പുതിയ പാട്ട് ഏതെങ്കിലും റിലീസ് ആകുമ്പോൾ അവരെന്തെങ്കിലും അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാറ്? ടീച്ചർ അത് നന്നായിട്ട് പാടി അല്ലെങ്കിൽ ഇത് അങ്ങനെയല്ല? ഞാൻ ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ചിലപ്പോൾ കുട്ടികൾ ടീച്ചറിന്റെ യൂട്യൂബിൽ ആ പാട്ട് ഞങ്ങൾ കേട്ടു, അപ്പോൾ വല്ല കവർ സോങ് ഒക്കെ ഇറക്കണമെങ്കിൽ ഈ പാട്ട് കേട്ടു, അപ്പോൾ അത് പാടൂ എന്നൊക്കെ പറഞ്ഞ് ക്ലാസ് എടുക്കാൻ ചിലപ്പോൾ ഒരു സമ്മതിക്കില്ല. ഇങ്ങനെ പാട്ടുകൾ പാടിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ടീച്ചറിന് ഒരുപാട് ഫാൻസ് ഉണ്ടാവുമല്ലോ ക്ലാസ്സിൽ. അവർക്കൊക്കെ ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ അത് ഞാനും ഒരുപാട്
സന്തോഷിക്കണു ആ കാര്യത്തിൽ. ഇപ്പൊ റിയാലിറ്റി ഷോസിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇപ്പം കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറും കൂടെ ആയതുകൊണ്ട് അത് എത്രമാത്രം കുട്ടികളിൽ ഇമ്പാക്ട് കൊടുക്കുന്നുണ്ട്? അവർക്ക് നല്ലൊരു പ്ലാറ്റ്ഫോമാണ് തീർച്ചയായിട്ടും. പെട്ടെന്ന് പോപ്പുലർ ആവാനും അതുപോലെ അവരുടെ നല്ല കഴിവുകളെ അവർക്ക് ഒന്ന് എക്സ്പോസ് ചെയ്യാനൊരു നല്ല പ്ലാറ്റ്ഫോമാണ്. നമ്മുടെയൊക്കെ ചെറുപ്പത്തിലെ നമുക്ക് കിട്ടാതെ പോയൊരു കാര്യമാണല്ലോ. പിന്നെ അവർക്ക് അവിടെ നല്ലൊരു ഗ്രൂമിങ് കിട്ടുന്നുണ്ട്. അപ്പം അതിൻ്റെ ഒരു മെച്ചം അല്ലെങ്കിൽ ആ ഒരു റെൻഡറിങ്ങിലുള്ള അവരുടെ ഒരു നല്ലൊരു ഇമ്പ്രൂവ്മെൻ്റ് അവർക്കും അവരുടെ കഴിവുകളിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊരു നല്ല ഒരു കാര്യമായിട്ട് തോന്നുന്നു. പിന്നെ കുറേയും ചിലവരെന്ന് വെച്ചാൽ ഞാൻ കണ്ടെടുത്തോളം അത് ജനറേഷൻ്റെ വ്യത്യാസമാണോ എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ഞാൻ സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ എനിക്കത് ഫീൽ ചെയ്യാറുണ്ട്. നമ്മളെ സംബന്ധിച്ചിപ്പോൾ ഒരു ഐറ്റം അല്ലെങ്കിൽ ഒരു കോമ്പറ്റീഷന് പോയിട്ട് ജയിച്ചില്ല എന്നുണ്ടെങ്കിലും നമ്മൾ മനസ്സിനൊരു പാകപ്പെടുത്തി നിൽക്കും. ഇപ്പൊ എല്ലാവരും അങ്ങനെയാണെന്നല്ല, ചിലവരൊക്കെ ആ സമയം അയ്യോ എനിക്ക് കിട്ടിയില്ലല്ലോ എന്നുള്ള രീതിയിൽ അങ്ങ് തകർന്നു പോകുന്ന ഒരു രീതി കാണുന്നുണ്ട്. അപ്പൊ അതൊക്കെ മാത്രം എനിക്ക് നമ്മളൊന്ന് അതെനിക്ക് തോന്നുന്നു ആ ഒരു മൊമെന്റിലാണ് ആ ഒരു ഫെയിലിയർ വരുന്നത്. അല്ലെങ്കിൽ അവരെല്ലാവരും നല്ല പാടുന്ന കുട്ടികളാണ്. പിന്നെ തീർച്ചയായിട്ടും ജഡ്ജ്മെന്റിലാണല്ലോ ചെറിയ 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 വ്യത്യാസങ്ങളല്ലേ. ചിലപ്പോ അതിൽ വിന്നേഴ്സ് ആവാത്തവരായിരിക്കും പിന്നീട് നല്ലപോലെ തെളിഞ്ഞു വരുന്നത്. എത്രയോ കേസസ് നമ്മൾ കാണുന്നുണ്ട്. വിന്നർ ആയ ആള് ചിലപ്പോ നമുക്ക് പിന്നെ കാണാനും അതല്ലാതെയുള്ളവരൊക്കെ ഒത്തിരി കയറി പോകുന്നുണ്ട്. പിന്നെ ഇപ്പൊ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം തന്നെ അവർക്ക് ഓണായിട്ടുള്ള കുറെ ആൽബം പാട്ടുകളൊക്കെ ചെയ്ത് ഇപ്പൊ എനിക്ക് തോന്നുന്നു സ്വന്തമായിട്ട് അങ്ങനെ കഴിവ് തെളിയിക്കാനുള്ള വലിയൊരു പ്ലാറ്റ്ഫോം കൂടി ഉണ്ടല്ലോ. ഒത്തിരി സാധ്യതകളുണ്ട്. അപ്പൊ അതൊക്കെ ഇപ്പൊ ഒത്തിരി ഇപ്പോഴത്തെ ജനറേഷനിലുള്ളവരും ഞങ്ങളുടെ തലമുറയിലോ അതിന് മുമ്പുള്ളവരൊക്കെ ഇപ്പം അത് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അത് പെട്ടെന്ന് ആളുകളിലേക്ക് എത്താനും അവരിൽ നിന്ന് നമുക്ക് കറക്റ്റായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ഫീഡ്ബാക്ക് അപ്പം തന്നെ നമുക്ക് അറിയാനും കമന്റ്സിലായാലും എങ്ങനെയായാലും അതൊരു വലിയൊരു അപ്പം തന്നെ അവർ കറക്റ്റ് ഇപ്പം നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും നമുക്ക് അറിയാൻ പറ്റും. കുറച്ചും കൂടി നമ്മൾ ഓഡിയൻസ് ആയിട്ടൊരു നല്ലൊരു ഇന്ററാക്ഷൻ ഫീലിംഗ് ഉണ്ട്. പണ്ട് അതില്ലായിരുന്നു. അത്രയില്ലായിരുന്നു. കീർത്തനങ്ങളൊക്കെ കുട്ടികൾ ഒരുപാട് പഠിപ്പിക്കാറുണ്ടോ? എങ്ങനെയാണ്? ഞങ്ങൾക്ക് സ്കൂളിൽ സിലബസ് ഉണ്ട്. ശരിക്കും തിയറിയും പഠിപ്പിക്കാനുണ്ട്, ടെക്സ്റ്റ് ഉണ്ട് അതിന്. അപ്പോൾ ആ ഒരു സിലബസ് ഫോളോ ചെയ്താണ് പോണേ. അപ്പോൾ അതിൽ ഈ പറഞ്ഞ പോലെ കുറച്ച് കർണാട്ടിക് ബേസ് ചെയ്താണ് മ്യൂസിക്കിന്റെ സെക്ഷൻ നമ്മൾക്ക് പോകുന്നത്. അപ്പം അന്നേരം നമ്മൾ ഇപ്പോൾ ഈ ഫിലിമിലൊക്കെ ഇങ്ങനെ പാട്ടുകൾ, ക്ലാസിക്കലായിട്ടുള്ള പാട്ടുകൾ, ഇപ്പം പ്രത്യേകിച്ച് ഇപ്പോൾ ഈ റീസെൻ്റ്ലി ഇറങ്ങിയ സിനിമകൾ ഹൃദയത്തിലൊക്കെ വന്നിട്ടുണ്ടല്ലോ. അപ്പം അങ്ങനെയുള്ള കീർത്തനങ്ങൾ വരുമ്പോൾ നമുക്ക് അവരായിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമാണ്. പക്ഷേ എല്ലാ കുട്ടികളും ക്ലാസിക്കൽ പഠിച്ചിട്ടുള്ള കുട്ടികളല്ല, എന്നെല്ലാവർക്കും പഠിപ്പിക്കുകയും വേണം താനും. ഇതൊരു പാർട്ട് ഓഫ് കരിക്കുലമായിട്ടാണ് പോകുന്നത്. അപ്പോൾ നമുക്കത് കുട്ടികളെ കുറച്ചുകൂടി പെട്ടെന്ന് റിലേറ്റ് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ പാട്ടുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ, ഈ സിനിമയിൽ വന്നിട്ടുണ്ടല്ലോ, അപ്പോൾ ഉടനെ നകുമോ, അറിയാം. അപ്പോൾ ഇത് ഇന്നതാണ്, ഇത് അല്ലെങ്കിൽ കൃതിയാണ്, അല്ലെ അങ്ങനെ നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അപ്പൊ ആ രീതിയിൽ നമ്മൾ ഫിലിമുമായിട്ട് ഇങ്ങനെ റിലേറ്റ് ചെയ്താണ് കൊണ്ടുപോകുന്നത്. കുട്ടികൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാക്കാനും. അങ്ങനെയുള്ള കീർത്തനത്തില് നല്ലൊരു കീർത്തനം നമുക്കൊരു 4 വരി പാടിത്തരാമോ? മീനാക്ഷി മേ മോദം മീനാക്ഷി മേ മോദം ദേഹി മീനാക്ഷി മേ മോദം ദേഹി മീനാക്ഷി മേ മോദം ദേഹി മേ ചകാന്തി രാജമാതംഗി മേ ചകാന്തി രാജമാതംഗി
ഈ എന്താ പറയാ, സ്ട്രിക്റ്റ് ടീച്ചറാണോ ക്ലാസ്സിലെ, അതോ പിള്ളേരുടെ അത്യാവശ്യം കാര്യം നമ്മൾ മ്യൂസിക് ടീച്ചർ എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും ജോലി അടിച്ചാണല്ലോ ക്ലാസ് എന്നൊക്കെ ചിന്തിക്കും. പക്ഷെ നമുക്ക് ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ കൂടുതൽ ആൺകുട്ടികളാണ് ഞങ്ങളുടെ അവിടെ. ശരിയാ, ഒരു കൺട്രോൾ ഇങ്ങനെ നിന്നില്ലെങ്കിൽ പ്രശ്നമാണ്. എന്നും പ്രാക്ടീസ് ചെയ്ത് വരാൻ പറയൂ. അത് ചില ആൾക്കാരുണ്ട്, അത് വാട്സാപ്പ് ഗ്രൂപ്പിൽ പാടി കേൾപ്പിച്ച് അയച്ചു കൊടുക്കുകയൊക്കെ വേണം ടീച്ചേഴ്സ്. അത് നമ്മൾ കൂടുതൽ ഈ കോമ്പറ്റീഷനൊക്കെ പോകുമ്പോൾ അങ്ങനെയുള്ള കുട്ടികൾക്ക് നമ്മൾ അങ്ങനെ ഫോക്കസ് ചെയ്യുക. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ എല്ലാവർക്കും ഒരുപോലെ, നമുക്ക് പാട്ട് എന്ന് പറയുന്നത് ശരിക്കൊരു ഗോഡ്സ് ഗിഫ്റ്റ് എന്ന് പറയുന്നതാണ്. അപ്പം നമുക്ക് ആ ശ്രുതിജ്ഞാനോ അല്ലെങ്കിൽ ബേസിക്കലി ആ ഒരു ജ്ഞാനം ഇല്ലാത്ത കുട്ടികളെ കൊണ്ട് നമ്മൾ എത്ര ഫോഴ്സ് ചെയ്താലും അവർക്ക് പരിമിതികളുണ്ട്. പിന്നെ എല്ലാവർക്കും കൂടെ പാടാവുന്ന കുറച്ച് പാട്ടുകൾ നമ്മൾ അവരെ പഠിപ്പിച്ചു കൊടുക്കും. ഓണപ്പാട്ടുകൾ അല്ലെങ്കിൽ ദേശഭക്തി ഗാനങ്ങൾ അങ്ങനെയുള്ള പാട്ടുകളൊക്കെ അവരത് പാടും. ഒന്നിച്ച് പാടാൻ അവർക്കൊക്കെ ഇഷ്ടമാണ്. അപ്പം അത് ചേർന്ന് പാടും. പിന്നെ നമ്മൾ ഈ ക്ലാസിക്കലോ അല്ലെങ്കിൽ ലൈറ്റ് മ്യൂസിക് ഒക്കെ നമ്മൾ മത്സരങ്ങൾക്ക് പങ്കെടുക്കുന്ന കുട്ടികൾക്ക് സ്പെഷ്യലായിട്ട് പറഞ്ഞു കൊടുക്കും. അത് നമ്മൾ അവരോട് പാടിയിട്ട് കറക്ഷൻ തരാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ചെയ്യും. നമുക്ക് എല്ലാ കുട്ടികൾക്കും അത് പ്രാക്ടിക്കലല്ല. പിന്നെ എന്താ പറയാ, സ്റ്റേജ് പ്രോഗ്രാംസ് എനിക്ക് തോന്നുന്നു SPB സാറിന്റെ ഒക്കെ കൂടെ ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? സാറിന്റെ കൂടെ ഉള്ള എന്തെങ്കിലും ഒരു സ്പെഷ്യൽ മൊമെന്റ് അല്ലെങ്കിൽ ഒരു സാറിന്റെ കൂടെ സ്റ്റേജ് ഷെയർ ചെയ്യാൻ പറ്റിയതൊരു വലിയ ബ്ലെസ്സിങ് ആണ്. കാരണം സാറ് ഇത്രയൊരു വലിയൊരു സിംഗറാണെങ്കിലും കൂടെ പാടുന്നവരെ വളരെയധികം കംഫർട്ടബിൾ ആക്കും എന്നുള്ളതാണ്. നമ്മളിങ്ങനെ ടെൻഷനൊക്കെ അടിച്ച് സ്റ്റേജിൽ നിൽക്കും, എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത്, എനിക്കാണ് കൂടുതൽ ടെൻഷൻ, നോക്കൂ. 2-3 സ്റ്റേജസ് അങ്ങനെ സാറിൻ്റെ കൂടെ പാടാൻ പറ്റിയായിരുന്നു. അപ്പം അത് ഇങ്ങനെ വളരെ നമ്മളങ്ങ് ഈസി ആക്കും. അപ്പോൾ ഒന്നും പേടിക്കണ്ട നല്ല നമ്മളെ ഒത്തിരി എൻകറേജ് ചെയ്യും പാടിക്കൊണ്ടിരിക്കുമ്പോൾ. അപ്പോൾ അതൊരു വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കൂളാണ്. നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് എന്താണെന്ന് സാറിന് നന്നായിട്ട് മനസ്സിലാവും. അപ്പം അതനുസരിച്ച് സാറ് നമ്മളുടെ അടുത്ത് കംഫർട്ടബിൾ ആക്കാനായിട്ട് ശ്രമിക്കും. കീർത്തനം പാടിയപ്പോഴാണ് പെട്ടെന്ന് ഓർമ്മ വന്നത്. കച്ചേരികൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഞാൻ കച്ചേരികൾ ചെയ്യണമെങ്കിൽ ശരിക്കും നമ്മൾ ക്ലാസിക്കൽ അത്രയും നല്ലപോലെ പ്രാക്ടീസ് വേണം കച്ചേരിക്ക്. ഞാൻ നേരത്തെ തൊട്ടേ ലൈറ്റ് മ്യൂസിക്കിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. അപ്പം ഞാൻ പരീക്ഷയ്ക്കൊക്കെ കോളേജിലൊക്കെ കച്ചേരിയുടെ പേപ്പർ ഉണ്ടല്ലോ, അപ്പം അന്നേരമൊക്കെ നമ്മൾ അതിന് വേണ്ടി കൂടുതൽ വർക്ക് ചെയ്യുമായിരുന്നു. അപ്പം നമ്മൾ ഫീമെയിൽ ക്ലാസിക്കൽ നമ്മൾ പാടുമ്പോൾ കുറച്ച് ശ്രുതി താഴ്ത്തിയാണ് യൂഷ്വലി പാടുക. അപ്പം അങ്ങനെ കൂടുതൽ പാടി വരുമ്പോൾ നമുക്ക് ലൈറ്റ് മ്യൂസിക്കിലേക്ക് വരുമ്പോൾ അതിന് ചെറിയൊരു ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒന്നിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി സേഫ് എന്ന് എനിക്ക്, ഓരോരുത്തർക്കും ഓരോ പോലെയാണല്ലോ. അപ്പം എൻ്റെ ഒരു ഇതിൽ എനിക്ക് ഫീൽ ചെയ്ത് അങ്ങനെയാണ്. ഞാൻ നേരത്തെ തന്നെ ലൈറ്റ് മ്യൂസിക്കിലായിരുന്നു കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തത്. പക്ഷേ ഞാൻ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ എന്നെ പഠിപ്പിച്ചിട്ടുള്ള സാർമാർക്കൊക്കെ ഞാൻ കച്ചേരി ചെയ്യണം എന്ന് പറഞ്ഞിട്ട് എന്നോട് ഫോഴ്സ് ചെയ്യുമായിരുന്നു. പക്ഷേ അറിയില്ല, കാരണം ഞാൻ ശരിക്കും കോളേജിലും മ്യൂസിക് മെയിൻ എടുത്ത് പഠിക്കുന്നത് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല, സത്യം പറഞ്ഞാൽ. കാരണം ഞാൻ നേരത്തെ തന്നെ 4 വയസ്സ് തൊട്ട് ക്ലാസിക്കൽ പഠിക്കുന്നുണ്ട്. പിന്നെ ഞാൻ 8th ഓൺവേർഡ്സ് ഇൻഡിവിജ്വലായിട്ട് 7th ഓൺവേർഡ്സ് ഒക്കെ ഇൻഡിവിജ്വലായിട്ട് പഠിക്കാൻ തുടങ്ങി. ഒരുപാട് നല്ല ഗുരുക്കന്മാരുടെ കീഴിൽ പഠിക്കാൻ പറ്റി. അപ്പോൾ അത് അങ്ങനെ അങ്ങ് സൈഡിൽ പൊക്കോണ്ടിരിക്കുകയായിരുന്നു. അതോടൊപ്പം സ്റ്റഡീസും നല്ല രീതിയിൽ പോകണം എന്നുള്ളത് കൊണ്ട് അതിന് നല്ലപോലെ സ്ട്രെയിൻ ചെയ്യുമായിരുന്നു. അപ്പം എന്തായാലും മ്യൂസിക് ആണല്ലോ നമ്മൾ കയറിയിരിക്കുന്ന ഫീൽഡ്. അപ്പം എന്നാൽ പിന്നെ അതിൽ തന്നെ അങ്ങ് മുന്നോട്ട് പോയി നോക്കാമെന്ന് പറഞ്ഞാണ് പെട്ടെന്നാണ് ശരിക്കും +2 കഴിഞ്ഞപ്പോൾ ഇതിലോട്ട് ഞാൻ ഡീവിയേറ്റ് ചെയ്യുന്നത്. കംപ്ലീറ്റ്ലി മ്യൂസിക് തന്നെ അപ്പം ഡിഗ്രിയും MG യൂണിവേഴ്സിറ്റിയിലാണ് രണ്ടും ചെയ്തത്. അപ്പം അതിനും റാങ്ക് ഉണ്ടായിരുന്നു. MAക്ക് കയറി, അപ്പോൾ അവിടെയും റാങ്ക് ഉണ്ടായിരുന്നു. ഉടനെ ജോലിയായി. അപ്പോൾ പേപ്പറിൽ ഫോട്ടോ ഒക്കെ വന്നപ്പോൾ തന്നെ സ്കൂളിൽ നിന്ന് വിളിച്ചു. അങ്ങനെയാണ് ഞാൻ വളരെ അപ്രതീക്ഷിതമായിട്ടാണ് എൻ്റെ ഓരോരോ അല്ലെങ്കിൽ എന്തായിരുന്നു, അല്ലെങ്കിൽ ഇപ്പൊ മ്യൂസിക് അല്ലെങ്കിൽ നമുക്ക് എന്തിനോടായിരുന്നു? പിന്നെ ഞാൻ പക്ഷെ മ്യൂസിക് അല്ലെങ്കിൽ ചിന്തിച്ചിട്ടില്ല. കാരണം ഞാൻ പറഞ്ഞ പഠിക്കണ ആ പ്രായത്തിൽ തന്നെ എന്നുള്ളൊരു സംഭവം ഉണ്ടാവുമല്ലോ. അങ്ങനെ സത്യത്തിൽ അങ്ങനെ ചിന്തിക്കേണ്ടി വന്നിട്ടില്ല, ദൈവം സഹായിച്ചു. കാരണം ആ ഒരു സമയത്ത് തന്നെ റെക്കോർഡിങ്സ് ഉണ്ടായിരുന്നു, പ്രോഗ്രാമുകൾ ബിസി ആയിരുന്നു. ആ ബിസി ആയിരുന്ന സമയത്താണ് ശരിക്കും ഇതിലേക്ക് കോളേജിലേക്ക് ഇത് മെയിനെടുത്ത് കയറിയതും. PG കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ ജോലിക്ക് വിളിച്ചു. അന്നേരം ഇവിടെ വീടിനടുത്ത് തന്നെയാണ്, നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് പോയിട്ട് വരാം. എല്ലാം കൊണ്ടും അതൊരു വലിയ ബ്ലെസ്സിങ് ആയിട്ട് തോന്നി. അപ്പം അങ്ങനെ തന്നെ ഇപ്പൊ കണ്ടിന്യൂ ചെയ്ത് പോകണം, എല്ലാം ബാലൻസ് ചെയ്ത് പോകണം. ഇനി എന്താണ് ഫ്യൂച്ചർ ഡ്രീം? നമുക്കൊരു ഡ്രീം ഒക്കെ ഉണ്ടെങ്കിൽ എന്താണ് ഫ്യൂച്ചർ ഡ്രീം? ഇനി നന്നായിട്ട് ആവുന്നിടത്തോളം നല്ല പാട്ടുകൾ പാടാൻ പറ്റുക. ഒരു ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഒരു സിംഗറിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ സ്വപ്നം തന്നെയാണ്. സത്യം ഒരുപാട് നല്ല പാട്ടുകൾ, ഒരുപാട് ലാംഗ്വേജിലും അല്ലേ, തമിഴിലും ഹിന്ദിയിലും ഇങ്ങനെ. അപ്പോൾ ഒരുപാട് നല്ല പാട്ടുകൾ ഇനി ഫ്യൂച്ചറിൽ പാടാൻ സാധിക്കട്ടെ.
അപ്പം ഇത്രയും സമയം ഇവിടെ വന്ന് ഞങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തതിൽ ഒരുപാട് സന്തോഷം. ഇനി ഒരുപാട് നല്ല നല്ല അവസരങ്ങൾ ഫ്യൂച്ചറിൽ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. സന്തോഷം. മിനിയുടെ കൂടെ കുറച്ച് സമയം ഓഡിയൻസിനോട് കുറച്ച് വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാൻ പറ്റിയതിന് വലിയ കാര്യം. സന്തോഷം. താങ്ക് യു. ഓക്കെ, താങ്ക് യു.